രാത്രി ആരംഭിച്ച മഴ രാവിലെ ശക്തമായതോടുകൂടിയാണ് കണ്ണൂർ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. കണ്ണൂർ നഗരത്തോട് ചേർന്നുള്ള താവക്കര, ഒപ്പം തന്നെ കക്കാട് തുടങ്ങിയ ഇടങ്ങളിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വീടുകളിലും വെള്ളം കയറി. കക്കാട് പുഴ കരകവിഞ്ഞു. അങ്ങനെ കക്കാട് നിന്നും പള്ളിപ്പുറത്തേക്കുള്ള വഴി, റോഡ്, അത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. അതുവഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വലിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അല്പമെങ്കിലും ആ വഴി കടന്നു പോകാൻ കഴിഞ്ഞത്. ഒപ്പം ഈ കക്കാട് പുഴ കരകവിഞ്ഞതോടുകൂടി അതിന് തീരത്ത് താമസിക്കുന്ന ആളുകളെ വീടുകളിലും വെള്ളം കയറി. അവരൊക്കെ തന്നെ പിന്നീട് അവിടെ നിന്നും മറ്റു ബന്ധു വീടുകളിലേക്ക് മാറുകയാണ് ഉണ്ടായത്. താവക്കരയിലാണ് ഏറ്റവും അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ധാരാളം വീടുകളിൽ വെള്ളം കയറി. 30-ലേറെ വീടുകളിൽ ഉള്ളവർക്ക് വീടൊഴിഞ്ഞ് ബന്ധു വീടുകളിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. ഈ പറയുന്ന താവക്കരയിൽ വീടുകളോട് ചേർന്ന് ക്വാർട്ടേഴ്സുകളുമുണ്ട്. ആ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്നവർ മുകളിലത്തെ നിലയിൽ ആണ് ഈ പറയുന്ന വെള്ളം ഉയർന്ന ശേഷം താമസിച്ചത്. പിന്നീട് ഫയർഫോഴ്സിൻ്റെ ആളുകളെത്തി അവിടെ നിന്നും ആളുകളെ, ഈ കുടുങ്ങിക്കിടന്ന ആളുകളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചു. ഫയർഫോഴ്സിൻ്റെ വലിയ പ്രവർത്തനം ഇതിൽ ഉണ്ടായി എന്നതാണ്. രാവിലെ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. ഈ താവക്കരയിലെ വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ ഫയർഫോഴ്സ് എത്തി അവിടെ നിന്നും രക്ഷപ്പെടുത്തി തിരികെ മടക്കിക്കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇന്നലെ രാവിലെ 4 മണി കഴിഞ്ഞിട്ടപ്പം കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഓവറായി പോയി. ഇപ്പം ഇത് 2 മണിക്കൂറായിട്ട് അതിൽ അവിഞ്ഞ് പോയി. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷമല്ല, അതിന് മുമ്പത്തെ വർഷം നല്ല മഴ പെയ്തപ്പം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് റെയിൽവേ കൺവെർട്ടിന്റെ പ്രശ്നമാണ്. അത് വലുതാക്കണം എന്ന് കുറേ പറയുന്നത്. ആ ഭാഗത്ത് ഫുള്ള് വെള്ളത്തിലുള്ള അവിടെ കുറേ ആൾക്കാർ ഇപ്പം കിടക്കുന്നുണ്ട് ക്വാർട്ടേഴ്സിൽ. രാവിലെ വന്നിട്ട് അതിന് ഫയർഫോഴ്സ് ഒരുപാട് പോയിട്ട് വന്നതാണ്, രണ്ടാമത് തിരിച്ചു വന്നതാണ്. വെള്ളം ഉണ്ടായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ഇറങ്ങാൻ തയ്യാറായിട്ടില്ല. കുറേ ആളുകൾ വയ്യ പിന്നീട് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് മാറിയെന്ന്. അതുകൊണ്ട് രണ്ടാമത് വരേണ്ടി വന്ന് ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആളുകൾ ഇറങ്ങാൻ തയ്യാറായത്. വൈകുന്നേരത്തോടുകൂടി മഴ അല്പം ശക്തി കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.